UDF നേതൃത്വത്തെ അമ്പരിപ്പിച്ചുകൊണ്ടുള്ള PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം, ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. ഒരിക്കലും UDF നേതൃത്വം വിചാരിച്ചതല്ല ഇങ്ങനൊരു നീക്കം അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന്. എന്തായാലും അവരെയൊക്കെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നത്. ഇനി അവിടെ എന്താണ് നടക്കാൻ പോകുന്നത്, ഇനിയുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏത് വിധമായിരിക്കും എന്നതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രതികരണങ്ങൾ ഏത് വിധമായിരിക്കും വരാനിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അല്ലേ. ഇടതുമുന്നണി പുറത്താക്കിയ PV അൻവറിനെ UDF-ൽ ചേർക്കുന്നതിനായി ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ അപ്രതീക്ഷിത നീക്കം എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം എവിടേക്ക് പോകും, ഇനി ഇങ്ങോട്ടായിരിക്കും പ്രവേശനം, ഇതിൽ ചർച്ചകൾ ഏത് വിധമാണ് മുൻപോട്ട് പോകുന്നത് എന്നതൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പല രീതിയിലുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകുന്നുമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഏതാണ്ട് ഇതൊക്കെ ഉത്തരമായിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിലേക്ക് തന്നെ അദ്ദേഹം കയറിയിരിക്കുകയാണ്. അവർ PV അൻവറിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ, നീക്കങ്ങൾ ഒക്കെയാണ് ഇനി ഈ തൃണമൂൽ കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത്. അവർ ഏത് രീതിയിലാണ്, എന്ത് സ്ഥാനമാണ് PV അൻവറിന് കൊടുക്കാൻ പോകുന്നത്, അത് എത്രത്തോളം അദ്ദേഹത്തിന് സ്വീകാര്യമാണ്, പര്യാപ്തമാണ്, അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഏത് രീതിയിലാണ് വരാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. സ്വാലിഹ് അതിൻ്റെ വിവരങ്ങൾ നൽകാനായി തയ്യാറായിട്ടുണ്ട്. സ്വാലിഹ് റെഡിയാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് PV അൻവർ അതാ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു, അവിടേക്ക് പ്രവേശിച്ചിരിക്കുന്നു അല്ലേ. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഈ നീക്കത്തെ നമ്മൾ എങ്ങനെ കാണണം? UDF-ന് വലിയൊരു തിരിച്ചടി, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല അല്ലെ ഈ ഒരു പ്രവേശനത്തിലൂടെ, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? പ്രിയ, തീർച്ചയായും UDF നേതൃത്വം ഞെട്ടലോടെ തന്നെയാണ് ഇത് കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെയൊക്കെ നേതാക്കളുടെ വീട്ടിൽ നേരിട്ടെത്തി അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കളെയും നേരിട്ട് കണ്ടിരുന്നു. തുടക്കത്തിൽ ഇടതുമുന്നണി പുറത്താക്കിയതോടെ അദ്ദേഹം MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMK-യിൽ ചേരാനായിരുന്നു ശ്രമം. ഇതിനായി അദ്ദേഹം DMK എന്ന ചുരുക്കപ്പേരിൽ ഒരു സംഘടനയും രൂപീകരിച്ചിരുന്നു. പക്ഷേ പിന്നീട് DMK കൈയൊഴിയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം മുസ്ലിം ലീഗിലും പിന്നീട് കോൺഗ്രസിലും അംഗമാവാൻ ശ്രമം നടത്തി. ഇതും നടക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് UDF മുന്നണിയുടെ ഭാഗമാവാനായി ചർച്ചകൾ നടത്തിയത്. ഇത് ഏകദേശം ഇക്കാര്യങ്ങളിൽ ഒരു ധാരണയാവുകയും ചെയ്തിരുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം PV അൻവറിനെ അവരെല്ലാവരും കാണുന്നത് കൊൽക്കത്തയിലാണ്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളോടൊപ്പം നിൽക്കുന്നു, മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നു. സ്വാഭാവികമായും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒന്നും നേതൃത്വം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ബംഗാളിലും കോൺഗ്രസിന്റെ ശത്രുപക്ഷത്താണ് തൃണമൂൽ ഉള്ളത്. അങ്ങനെ ഒരു കക്ഷിയെ കേരളത്തിൽ മുന്നണിയിലെടുക്കുക കോൺഗ്രസിന് സ്വാഭാവികമായും പുനരാലോചിക്കേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ കൂടിയാണ് നിലമ്പൂർ ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയെ അപമാനിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇതിൽ മാപ്പ് പറയണമെന്ന് കഴിഞ്ഞ ദിവസം VT ബൽറാമിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിലൊന്നും അൻവർ ഒരു വ്യക്തത ഇപ്പോഴും വരുത്തിയിട്ടില്ല, മാപ്പ് പറയുകയും ചെയ്തിട്ടില്ല. ഇന്ന് വൈകിട്ട് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളെ മമതാ ബാനർജിയോടൊപ്പം കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരും. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ആയിരിക്കും അൻവർ എത്തുക. പക്ഷെ അൻവർ മെമ്പർഷിപ്പുമായി കേരളത്തിൽ എത്തുമ്പോൾ അത് UDF മുന്നണിയിലേക്ക് കടക്കാനുള്ള ഒരു തടസ്സമായി മാറുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പോലും അദ്ദേഹത്തിന്റെ ഭാവി വളരെ അത്ഭുതത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. പ്രിയ, ശരി സ്വാലിഹ്, ഈ കാര്യത്തിൽ എന്തായാലും അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. UDF-ന് ഒരിക്കലും അല്ലെങ്കിൽ അവർ വിചാരിച്ച രീതിയിൽ അല്ല ഈ ഒരു നീക്കം നടന്നിരിക്കുന്നത് എന്നും തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ വിശദാംശങ്ങളാണ് സ്വാലിഹ് നൽകിയത്.